ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നിക്കിത റബിലാണ്. ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വ്ലോഗാണ്. എന്താണ് കുക്ക് ചെയ്യുന്നത്? ചിക്കനാണ്. ചിക്കന്റെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ചില്ലി ചിക്കനാണ്. അപ്പോഴത്തെ വ്ലോഗ. ആദ്യം നമ്മള് ഇത് മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്. ചിക്കൻ ഒരു 1/2 മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്യണം. നമ്മളെ കുഞ്ഞു കുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് മുളകും ചൂടാക്കിയെടുത്തതാണ്. മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുത്തത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്യാനുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ. അപ്പൊ ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ വെക്കാം. അപ്പത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളും. അപ്പൊ ഇത് നമ്മള് ഫസ്റ്റ് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടാണ് സ്ക്വയർ ടൈപ്പില്. പിന്നെ ഒരു ചെറിയ മീഡിയം ടൈപ്പുള്ള ക്യാപ്സിക്കം കേട്ടോ അത്. പിന്നെ അതുപോലെ ഉള്ളി കണ്ടോ, ഉള്ളി ഇതേമാതിരി തന്നെ മീഡിയം ടൈപ്പ് കട്ട് ചെയ്താണ്. സ്ക്വയർ ടൈപ്പിലാട്ടോ എല്ലാം കട്ട് ചെയ്യുന്നത്, ഉള്ളി ആയാലും ക്യാപ്സിക്കം ആയാലും. പിന്നെ മുളക് ഇതുപോലെ ചെറിയ നമ്മൾ ഓംലേറ്റ് ഒക്കെ അടിക്കാൻ കട്ട് ചെയ്തേ അതുപോലെ നീളത്തിലെല്ലാം ചെറിയ ചെറിയ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നും ഒരേമാതിരി ഇങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാല് സോസുകളാണ്. റെഡ് ചില്ലി സോസ് ആണിത്. പിന്നെ സോയാ സോസ്, പിന്നെ ഇത് ഗ്രീൻ ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്. ഇത്രയും സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാവല് വായിലെ വെള്ളം വന്നിട്ടുണ്ടെന്ന് എന്റെ വായല് വെള്ളം വന്നു പോയ പോലെ എന്റെ ഭക്ഷണേ. അപ്പൊ ഇനി നമ്മള് മാഗ്നേറ്റ് ചെയ്യാൻ നോക്കണ്ട കേട്ടോ, ഒന്നും തിന്നൂല. വായൽ വെള്ളം വന്നതൊക്കെ ഭയങ്കര ഇതാ. എന്താണ് ടേസ്റ്റ് പോലും നോക്കൂല. ഇവിടെ എത്തിയാൽ പറയുന്നതാണ് നിന്റെ ടേസ്റ്റ് ഉണ്ട് പറയും. അതാണ് ഐഡിയ. എന്തായാലും തിന്നൊന്നുമില്ല ഇത്. അപ്പൊ നമ്മള് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മള് പൊരിക്കാൻ പോവാണ് ചിക്കൻ. ഫസ്റ്റ് ചിക്കൻ പൊരിച്ചിട്ട് ഒരു സൈഡിൽ വെക്കാം. അതോടുകൂടി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ ആയി. ചിക്കൻ പൊരിക്കാൻ പോവാണ്. അവിടെ പറയേ, അവിടെ പറയാ. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് പറയൂട്ടോ വാവാ. ചിക്കൻ പൊരിക്ക്. എന്നോട് പറയാ ചിക്കൻ പൊരിക്കത്. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം വീട്ടിൽ എന്തായാലും ഒരു കുക്കിംഗ് വ്ലോഗ് ഇടാന്നാണ് വിചാരിക്കുന്നത്. പ്രീവിയസ്ലി നമ്മള് ഇഷ്ട കുക്കിംഗ് ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഗ്രീൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ ഐറ്റംസ് ആണ് വിചാരിക്കുന്നത് ഒരു വീട്ടില്. അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒക്കെ കാണുക. ഷോർട്സ് ഇടുന്നുണ്ട്, ഷോർട്സ് വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. പിന്നെന്താ പറയാ, എന്താണ്
ചിക്കൻ പോവാണ് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടാ ആരെയാണ് ആനപ്പുറത്ത് ആരായിരിക്കുന്നത് അല്ലല്ലോ ചിക്കൻ വറുക്കാട്ട് അച്ഛനും ഭാവി കളിക്കല്ലേ അയ്യോ ആനപ്പുറത്ത് കയറുന്നതാ നീ അത് ആനപ്പുറത്ത് കയറുന്ന ശരിയാ വലിയ അറിയാണേ ആലപ്പുറത്തുനിന്ന് ഇറങ്ങ് ഇങ്ങനെ ഇറങ്ങുന്നേ അയ്യോ നമ്മൾ വറുക്കാനിട്ടിട്ടുള്ള ചിക്കൻ ഞാനിട്ട് വറുത്ത സ്റ്റെപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതും കൂടി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെ ശരിക്കുള്ള കുക്കിങ്ങിലേക്ക് ഇറക്കാൻ. ചിക്കനൊക്കെ റെഡിയാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ചിക്കന്റെ ഗ്രേവി നമ്മൾ റെഡിയാക്കാൻ പോകുന്നു. ചിക്കൻ കറി ചില്ലി ചിക്കൻ നമ്മൾ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് തീ വെക്കുന്നത് കേട്ടോ. അപ്പൊ വാഴ നമുക്ക് പിടിച്ചോ അങ്ങോട്ട് മാറുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഉള്ളി ഇടുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുകൂടി ഇട്ടുണ്ട്. ക്യാപ്സിക്കം ഇതിലേക്ക് ഇടാൻ പോവാണ്. ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഈ ഹൈ ഫ്ലെയിമിൽ വാട്ടി കൊണ്ട് എടുത്താൽ മതി. ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് റെഡ് ചില്ലി സോസ് ഒഴിക്കുക. കുറച്ച് റെഡ് ചില്ലി സോസ് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് കേട്ടോ. രണ്ട് ചില്ലി സോസ് കഴിച്ചോളൂ. റെഡ് ചില്ലി ആൻഡ് ഗ്രീൻ ചില്ലി കേട്ടോ. ഇനി നമുക്ക് ഒരു ചില്ലി സോയാ സോസ് കുറച്ച് മതി. സോയാ സോസ് ഇനി കറി അവസ്ഥയില്ല. അപ്പൊ കുറച്ച് സോയാ സോസ് കേട്ടോ. ഇനി നമ്മള് ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, പൊരിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് മാക്സിമം ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോ ഞങ്ങൾക്ക് ചിക്കൻ പീടിയിൽ നിന്ന് അങ്ങനെ കിട്ടാത്തതിനെ കൊണ്ടാണ് ഞാൻ വലിയ ചിക്കൻ തന്നെ എടുത്തത്. ഇവിടെ ഇപ്പൊ ചിക്കൻ പീടിയയില് അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാതിരി അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും അങ്ങനെ കട്ട് ചെയ്ത് കിട്ടൂല. ഓരോരോ സൈസിൽ കട്ട് ചെയ്തെടുത്തോ. അപ്പൊ നമ്മളിതില് ഗ്രേവി അധികം ഇല്ല, നമ്മൾ ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടി ലൂസ് ആക്കിയിട്ട് കോൺഫ്ലവർ കലക്കി ഒന്ന് പാർന്നെടുത്താൽ മതി. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്നിപ്പോ ഗീ റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗീ റൈസും ചില്ലി ചിക്കനാണ് കഴിക്കുന്നത്. ചില്ലി ചിക്കൻ കൂട്ടി നല്ല നെയ്ച്ചോറും ചില്ലി ചിക്കനും അടിക്കാൻ പോവാട്ടോ. ഞാൻ വാവയും തയ്ക്കാൻ പോവാണ്. വാവ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. വാവ നമ്മള് നോക്കട്ടെ. വാഴ വെള്ളം വരുന്നുണ്ട് പോലെ വാവക്ക്. ടേസ്റ്റ് ഉണ്ടോ?